ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ പോയത് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ കൺട്രിയിലോട്ടാണ്. ഈ കൺട്രിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ചെറിയ രാജ്യമാണ്, സമ്പന്നമായ രാജ്യമാണ്. ഇവിടെ എയർപോർട്ടോ പട്ടാളക്കാരോ ഒന്നുമില്ല. എങ്കിൽ പോലും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കൺട്രി കൂടിയാണ്. ആൽപ്പ് മൗണ്ടൻസിനാൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു രാജ്യം തന്നെയാണ് കേട്ടോ ലിക്റ്റൻസ്റ്റൈൻ. പോകുന്ന വഴിയില്ലേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. മൗണ്ടൻ്റെ ഭാഗത്ത് നിന്ന് മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് അവിടെ റെസ്റ്റ് എടുത്തു. ആ സമയത്ത് മുകളിലോട്ട് കുറച്ച് നടന്നു പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഫാഡസിലോട്ട് പോകാനായിരുന്നു പ്ലാന്. അതിനൊരു കാരണമുണ്ട്. ഇവിടെ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രി ടു കൺട്രി പോകുമ്പം ബോർഡറിൽ ചെക്കിംഗ് ഒന്നുമില്ല. നെക്സ്റ്റ് കൺട്രിയിൽ എത്തിയത് ചിലപ്പോൾ നമ്മൾ അറിയുക പോലും ഇല്ല. അപ്പം ഈ ഒരു ഫാഡസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ആ ഒരു കൺട്രിയുടെ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവിടെ പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ ഫാഡസിലെത്തി. ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ കൺട്രിയുടെ സ്റ്റാമ്പ് നമ്മുടെ പാസ്പോർട്ടിലെല്ലാം ചെയ്തു. 3 സ്വിസ് ഫ്രാങ്കാണ് അവർ ഇതിനായിട്ട് വാങ്ങുന്നത്. നമ്മൾ ആ ഒരു കൺട്രിയിലെത്തിയ ടൈമും ഡേറ്റും വെച്ചിട്ടാണ് അവർ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരുന്നത്. അതിനുശേഷം നമ്മൾ ആ സിറ്റി ജസ്റ്റ് ഒന്ന് കറങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ സ്വിറ്റ്സർലാൻഡിലോട്ടാണ് പോയത്. ഈ ഒരു കൺട്രിയുടെ ബോർഡർ വരുന്നത് സ്വിറ്റ്സർലാൻഡും ഓസ്ട്രിയയാണ്. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കൺട്രിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്.